ഇന്നത്തെ ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് ഉള്ളത്. നമുക്കറിയാവുന്ന പോലെ സിനിമയിൽ ഇപ്പം വലിയ നേട്ടങ്ങളൊക്കെ കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ മലയാള സിനിമ. ഒരു ലോക ഇപ്പോൾ മറ്റെല്ലാ റെക്കോർഡുകളും ഭേദിച്ച് കോടി ക്ലബിൽ കയറിയിരിക്കുകയാണ് ലോക. അതേപോലെ ഇന്നലെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടൻ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ വാങ്ങി. അതിനോടൊപ്പം തന്നെ ഉർവശി, വിജയരാഘവൻ അടക്കമുള്ളവർക്കും മികച്ച സഹ നടീ നടന്നുള്ള പുരസ്കാരം, നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ മലയാള സിനിമ വളരെ പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നതും ഹൃദയം വർഷങ്ങൾക്കു ശേഷം ഈ 2 സിനിമകൾക്ക് ശേഷം വിനീത് ശ്രീനിവാസനും അതേപോലെ വിശാഖ് സുബ്രഹ്മണ്യവും ഒന്നിക്കുന്ന പുതിയൊരു സിനിമ കൂടി വരികയാണ്, കരം. കരത്തിന്റെ വിശേഷങ്ങളുമായി വിനീത് ശ്രീനിവാസനാണ് ഇന്ന് ഹലോ മലയാളത്തിൽ നമുക്കൊപ്പമുള്ളത്. അപ്പം നമുക്ക് സ്വാഗതം ചെയ്യാം. വിനീതേട്ടാ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നാട്ടിലില്ല, ഞാൻ സ്റ്റേജ് ഷോസുമായിട്ട് പുറത്തല്ല, ഞാൻ അയർലൻഡിലുള്ള. അപ്പോ ഇവിടെ ഞാനൊരു കഫേയിൽ ഇരുന്നിട്ടാ സംസാരിക്കുന്നത്. ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോ. കുഴപ്പമില്ല. ഇപ്പോ കരത്തിന്റെ വിശേഷങ്ങളാണ് പ്രധാനമായിട്ടും. എന്താണ് കരം? ഇതാ നമ്മള് 25-ാം തീയതി റിലീസ് ചെയ്യാണ്. വ്യാഴാഴ്ചയാണ് റിലീസ് ആവുന്നത്. ഇതിപ്പോ 17-ാം തീയതിയോട് കൂടിയിട്ട് ഇതിന്റെ വർക്കുകളൊക്കെ തീർത്തിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പോന്നിരിക്കുകയാണ്. ഇപ്പൊ ഞാനും ഇങ്ങനെ പടം റിലീസായി ആളുകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതാണ് കരത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് കരത്തിൽ നിന്ന്? അല്ല, ഇത് മാറിയിട്ടൊരു എന്റെ കംഫർട്ട് സ്പേസിൽ നിന്ന് മാറിയിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. 2023-ലാണ് ഞാൻ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇതിൽ അഭിനയിച്ചിരിക്കുന്നതും ഇത് എഴുതിയിരിക്കുന്നതും നോബിൾ തോമസ് ആണ്. അപ്പൊ നോബിള് എന്റെ ഒരുപാട് നാളത്തെ സുഹൃത്താണ്. അപ്പൊ ഞാൻ അവനോട് അങ്ങോട്ട് ചോദിച്ചതാണ്, ഈ സ്ക്രീൻ പ്ലേ അവൻ 1 വർഷം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്കിത് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നീ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ 2023-ലാണ് നമ്മളിത് ചെയ്യാന്ന് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ത്രില്ലേഴ്സ് എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ജോണ്ടറാണ്. അപ്പം ഞാൻ തിര കഴിഞ്ഞിട്ടൊരു ത്രില്ലർ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത ത്രില്ലർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഹെലൻ എന്ന് പറയുന്ന സിനിമ ത്രില്ലർ ആയിരുന്നു. പിന്നെ ഓഫ് ലൈറ്റ് ഞാൻ അഭിനയിച്ച സിനിമകളിൽ നമുക്ക് ത്രില്ലറിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ മുകുന്ദനുണ്ണി പിന്നെ തങ്കം, ഈ സിനിമകൾക്കൊക്കെ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ചെയ്യാൻ കാരണം എനിക്ക് ത്രില്ലേഴ്സ് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഫൈനലി തിര കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ത്രില്ലറിന്റെ ഒരു സ്പേസിലേക്ക് തിരിച്ചു പോയിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റിയത്. വളരെ രഹസ്യമായിട്ടാണ് ഇപ്പോൾ കരത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. കാരണം അപ്ഡേറ്റ്സ് ഒന്നും അങ്ങനെ പുറത്തു വന്നിരുന്നില്ല. അപ്പോൾ സസ്പെൻസുകളൊക്കെ ഉള്ളൊരു ത്രില്ലർ ആയിരിക്കും അല്ലേ കരം? നമ്മള് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ഒന്നും പുറത്തേക്ക് വിടണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അതങ്ങനെ ഒരു കാര്യങ്ങളും എത്തിക്കാണ്ടിരുന്നത്. ഇതിന്റെ ഷൂട്ട് നടന്നത്, ഇതിന്റെ ഒരു 85% ഷൂട്ട് നടന്നത് ജോർജിയയിലാണ്. അപ്പൊ ജോർജിയയിൽ ഷൂട്ട് നടന്നത് കൊണ്ട് തന്നെ ഇതിന്റെ എന്താ പറയാ ഡീറ്റെയിൽസ് ഒന്നും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളും നമ്മുടെ ക്രൂവിന്റെ അടുത്തൊക്കെ പറഞ്ഞു, സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യവും റിവീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു. ആദ്യം കാണുമ്പോൾ ട്രെയിലർ തന്നെ കാണട്ടെ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോ അത് അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോഴും സിനിമയെ പറ്റിയിട്ട് കാര്യമായിട്ട് ആളുകൾക്ക് അറിയില്ല. അപ്പോൾ തിയേറ്ററിൽ വന്ന് തന്നെ അവരത് എൻജോയ് ചെയ്യട്ടെ, എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ ഒന്നും ഇന്റർവ്യൂസ് നമ്മൾ ഇതുവരെ പുറത്തു വിടാത്തതും അവരൊന്നും മീഡിയയുടെ മുമ്പിൽ വരാത്തതും ഒക്കെ അതുകൊണ്ടാണ്. സിനിമ തിയേറ്ററിൽ ആദ്യം ആളുകൾ കണ്ട് അവരുടെ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. ഓക്കെ, ശരി. ഇപ്പോൾ സാധാരണ നമ്മൾ വിനീത് ശ്രീനിവാസൻ ചിത്രങ്ങളൊക്കെ കാണുമ്പോഴത്തേനും ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഒരു ഗ്യാപ്പൊക്കെ വരാറുണ്ട്. പക്ഷേ കരത്തിന് ആ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അത് ഇപ്പം ജനറലി ഇടവേളകൾ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് ഞാൻ എഴുതാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സമയം കാരണമാണ്. അപ്പൊ ഈ സിനിമയുടെ കേസിൽ ഇത് വേറൊരാള് അതിന്റെ സ്ക്രീൻ പ്ലേയുടെ മോള് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് 2023 ഞാനിത് കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ ഒരു 2-ാമത്തെയോ 3-ാമത്തെയോ ഡ്രാഫ്റ്റ് നോവൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വർഷത്തിനിടയിൽ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് ചില റിവിഷൻസ് മാത്രമേ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കഥയെന്ന് ഒരു തിരക്കഥ അങ്ങനെ അതിന്റെ ഒറിജിൻ തൊട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നടന്നത്.
ഓക്കെ, വിനീതേട്ട ഇപ്പൊ ഈ സിനിമയിലെ ഇതില് നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ഒരു കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് ആശാന്റെ കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ആശാനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അതെ അതെ, അല്ല ആശാന്റെ പേഴ്സണാലിറ്റി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് ആ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാർക്കൊരു ആശാനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളത് ആൾക്കാർ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അവർ തിയേറ്ററിൽ പോയി കാണട്ടെ. പിന്നെ ആശാനും സിനിമ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് വരുന്നുണ്ട്. ഇപ്പോ 1-2 ദിവസത്തിനിടയിൽ അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചു വരും. അപ്പോ നമ്മളും ആശാനോടുള്ള ആളുകളുടെ റെസ്പോൺസ് കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അല്ല ഈ ആശാനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഇപ്പം ഈ സിനിമ ആശാനിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? നമ്മളിങ്ങനെ പല ആൾക്കാരുടെ അടുത്തും ഈ റോളിന് വേണ്ടിയിട്ട് നമുക്കൊരു യൂറോപ്യൻ ഒരാൾ വേണം ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നോബിളിന്റെ ബ്രദർ നിഖിൽ എന്ന് പറഞ്ഞിട്ട് അവനാണ് ആശാനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടുന്നു വിചാരിച്ചിട്ടല്ല. ഓക്കെ, ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിരുന്നു അദ്ദേഹം. മലയാളികൾക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിനും കേരളം ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ മാനേജർ വഴി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നമ്മളെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് റെസ്പോൺസ് വന്നത്. അതിനുശേഷം നമ്മൾ ഓഡിഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിനും അദ്ദേഹം വില്ലിങ് ആയിരുന്നു. പിന്നെ ഞാൻ ദുബായിൽ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഓഡിഷൻ ചെയ്തു. അദ്ദേഹം സെർബിയയിൽ നിന്ന് ദുബായിലേക്ക് വന്നു. അങ്ങനെ ഓഡിഷൻ ചെയ്ത് ആ ഫസ്റ്റ് ഓഡിഷന്റെ ക്ലിപ്പ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഓക്കെ, ഇത് നമ്മുടെ ആന്ദ്രേ നിക്കോള എന്ന് പറയുന്ന ക്യാരക്ടറിന് കറക്റ്റ് ആയിരിക്കും എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമ്മുടെ ക്രൂവിൽ എല്ലാവർക്കും ഉണ്ടായത്. ഓക്കെ ഓക്കെ, ശരി. അപ്പം വിനീതേട്ട, ഇപ്പം ഈ കരം അത് ഒരു മുഴുനീള വിദേശ ചിത്രമാണോ അതോ കേരളത്തിൽ ഷൂട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇതിന്റെ ഷൂട്ട് കേരളത്തില് നടക്കുന്ന കഥ പോലെയല്ല ഈ സിനിമ ഉള്ളത്. ഈവൻ ഇതില് ഇന്ത്യയിൽ നടക്കുന്ന പോർഷൻസ് അടക്കം നോർത്തിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു ഓഫീസ് പോർഷൻ മാത്രം നമ്മൾ ഒരു ദിവസം കേരളത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ കേരളത്തിലെ അല്ല. ഈവൻ ഇതിലുള്ള മലയാളികളടക്കം നോർത്ത് ഇന്ത്യയിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള മലയാളികൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ പിടിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരു 85% നടക്കുന്നത് യൂറോപ്പിലാണ്. അപ്പൊ അത് നമ്മൾ ജോർജിയയിലും അസർബൈജാന്റെ ബോർഡറിലും റഷ്യയുടെ ബോർഡറിലും ഒക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതലും ജോർജിയയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഓക്കെ, അപ്പം ഈ വിദേശ രാജ്യങ്ങളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ചധികം വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അല്ലേ? എസ്പെഷ്യലി അവിടത്തേക്ക് ഈ തൊഴിൽ നിയമങ്ങളടക്കം കുറച്ച് സീനാണല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഞാൻ ഇതുവരെ യൂറോപ്പിൽ ഇതിനു മുമ്പ് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോ അതിന്റെ ചാലഞ്ചസ് എന്താന്നുള്ളത് നമുക്ക് ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. പല കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് എന്താ പറയാ മുൻധാരണകൾ ഇല്ലാത്തതിന്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റിന്റെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഭാഷയുടെ പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് നമ്മൾ വിചാരിച്ചതിന് മുകളിലേക്ക് ഒരുപാട് പോകുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടഫായിരുന്നു ആക്ച്വലി. ഇപ്പം ഈ പുതുമുഖ താരങ്ങളെ വിനീത് ശ്രീനിവാസൻ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ ഒരു കാര്യമല്ല. കാരണം ഒത്തിരി പുതുമുഖ താരങ്ങളെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കരത്തിലേക്ക് വരുമ്പോഴത്തേനും നേരത്തെ ഉണ്ടായിരുന്ന സിനിമകൾ പോലെയല്ല, കുറേയധികം ചലഞ്ചുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഒരു പുതുമുഖത്തെ താരമാക്കി പ്രധാന കഥാപാത്രമാക്കി കരം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള കാരണം? നമുക്ക് ഈ സബ്ജക്റ്റില് ഉള്ള ഒരു ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇതിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്തുമാണ് ഞാൻ എൻ്റെ എല്ലാ സിനിമകളും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ പുതുമുഖങ്ങളെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൂടുതൽ സിനിമകളും ചെയ്തിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് മൊത്തം പുതുമുഖങ്ങളായിരുന്നു. തട്ടം ചെയ്യുന്ന സമയത്ത് നിവിനും അജുവും ഒക്കെ സ്റ്റിൽ അവരൊരു മലർവാടിക്ക് ശേഷം ഒരു ഭയങ്കര സക്സസ് അവർക്ക് ഉണ്ടായിട്ടില്ല. തട്ടം ആണ് പിന്നീട് അങ്ങനെ വരുന്നൊരു സിനിമ. തീരെ അഗൈൻ ധ്യാൻ അതിൽ പുതിയ ആളായിരുന്നു. നമ്മളൊരു ഫീമെയിൽ ക്യാരക്ടറിന് സെന്റർ ചെയ്തുകൊണ്ടാണ് ആ സിനിമ ചെയ്തത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ആനന്ദ് എന്ന് പറയുന്ന സിനിമ ഫുൾ പുതിയ ആൾക്കാരായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത ഹെലൻ എന്ന് പറഞ്ഞ സിനിമയിലും അന്ന ജസ്റ്റ് ഒരു സിനിമ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അന്നയും നോബിളുമാണ് അതിൽ അഭിനയിച്ചത്. ഞാൻ കൂടുതലും പുതിയ ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ആ രീതിയിൽ അതിലൊരു
ഒരു പുതിയ കാര്യം ചെയ്യുന്ന പോലെ തോന്നിയിട്ടേ ഇല്ല. ബഡ്ജറ്റ് ഡെഫിനറ്റ്ലി നമ്മള് ഒരു പുതുമുഖത്തിനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല വേറൊരു പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു എന്താ പറയാ, ഒരു മാർക്കറ്റ് കാൽക്കുലേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ആളുകൾക്ക് ടാലി ആവാത്ത രീതിയിലുള്ള ബഡ്ജറ്റ്സിലാണ് ഞങ്ങൾ പടം ചെയ്തിട്ടുള്ളത്. പക്ഷെ വിശാഖനും എനിക്കും സിനിമയുടെ മുകളിലുള്ള കോൺഫിഡൻസ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ ഓക്കെ. ഇപ്പം നമുക്ക് ഈ പുറത്ത് വന്നിരിക്കുന്ന ട്രെയിലർ കാണുമ്പോഴത്തേനും അതേപോലെ തന്നെ 1-2 പാട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ ഒന്നും പറയാനില്ല, അടിപൊളിയാണ് ജോമോൻ ടി ജോൺ. ഒപ്പം ഷാൻ റഹ്മാൻ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരികയാണ് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലൂടെ. ഈ ഷാൻ റഹ്മാനും വിനീതും കൂടി ചേരുന്ന സമയത്തൊക്കെ മലയാളികൾ കിട്ടിയിട്ടുള്ളത് ഒരു വലിയൊരു മാജിക്കുമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ജോമോൻ ടി ജോണും ഷാൻ റഹ്മാനും ഒക്കെ? എന്തായാലും നിങ്ങൾ പടം കാണും. നമ്മൾ 2-3 പാട്ടുകൾ പുറത്ത് വിട്ടിട്ടുണ്ട്. പക്ഷെ തീരെ പോലെ തന്നെ ഈ സിനിമ കാണുമ്പോഴായിരിക്കും ഇതിലെ പാട്ടുകളൊക്കെ ആളുകൾക്ക് കറക്റ്റായിട്ട് കണക്ട് ആവുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ പോലും അതില് ഒരു പാട്ട് ഓൾറെഡി പുറത്തു വന്നിട്ട് 1-2 പാട്ടുകൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ട്. വെൽക്കം ടു ലെനാർക്കോ എന്ന് പറയുന്ന ഒരു സോങ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് വന്നിരുന്നു. ടെജോന്റെ റാപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തു, അതിനും നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷെ ഈ പാട്ടുകളുടെ ഒരു ഫുൾ സ്വിങ്ങിലുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത് സിനിമ റിലീസായതിനു ശേഷമായിരിക്കും തോന്നുന്നു. പിന്നെ ജോമോന്റെ സിനിമാറ്റോഗ്രാഫി, ആൾക്കാർ ജോമോന്റെ അടുത്ത് നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് കരത്തുനിന്ന് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കത് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജോമോന്റെ അടുത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിച്ച എന്താണോ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോ ജോമോന്റെ വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെക്നിക്കലി ഞങ്ങൾ ഒന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടുന്ന കാര്യമായിരിക്കും. അടിപൊളി. കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്, സിനിമ തിയേറ്ററിൽ എത്തുന്നത് കാണാൻ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വിനീത് ശ്രീനിവാസനെ നമ്മൾ മലയാളികൾക്ക് അറിയാവുന്ന ആദ്യം ഒരു ഗായകനായിട്ടാണല്ലോ, പിന്നീടാണ് ഒരു അതിഗംഭീര നടൻ, പിന്നീട് സംവിധായകൻ, പ്രൊഡ്യൂസർ ഒക്കെ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഒരു വിനീത് ശ്രീനിവാസൻ ഗാനം മലയാളികൾക്ക് ഇനി എപ്പോൾ പ്രതീക്ഷിക്കാം? പാട്ടൊക്കെ ഇങ്ങനെ ഇടയിലൊക്കെ വരുന്നുണ്ട്, ഞാൻ പാടുന്നുണ്ട്. അപ്പൊ 1-2 പാട്ടുകൾ ഇനി റിലീസ് ആവാനുണ്ട്. കരത്തിൽ ഒരു ചെറിയൊരു പോർഷൻ ഒരു പാട്ടിൽ ഞാൻ പാടിയിട്ടുണ്ട്. ബാക്കി കാര്യമായിട്ട് ഈ സിനിമയിൽ എന്റെ പാട്ടുകളില്ല. ഒരു സോങ്ങിൽ മാത്രം, ഫെജോന്റെ സോങ്ങിൽ മാത്രം ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. മറ്റു പാട്ടുകൾ ഞാൻ പാടി റിലീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ വിനീതേട്ട, ഇന്നലെ നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പോൾ വലിയൊരു പ്രൗഡ് മൊമെന്റിലാണ് നമ്മളെല്ലാവരും. മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, അദ്ദേഹം അത് വാങ്ങിയിരിക്കുന്നു. അപ്പം അങ്ങനത്തെ അത്രയും സന്തോഷമുള്ളൊരു നിമിഷത്തിലാണ്. അപ്പോൾ ശ്രീനിവാസൻ സാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നോ ലാലേട്ടന് ഇങ്ങനെ ഫാൽക്കെ പുരസ്കാരം കിട്ടിയത്? അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നോ? ഞാൻ ആ അനൗൺസ്മെന്റ് വരുമ്പോഴൊക്കെ ഞാൻ അയർലൻഡിലാണ്. ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ അച്ഛൻ സെറ്റിൽ പോയിട്ട് കാലങ്ങളിൽ നിന്ന് കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അവര് തമ്മില് ടച്ചിലാണ്. അപ്പൊ ചിലപ്പോ സംസാരിച്ചാണ്, എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. ഓക്കെ ഓക്കെ. വിനീതേട്ട, ഇനിയിപ്പോ കുടുംബ വിശേഷങ്ങൾ കൂടി പറയോ? കരത്തില് ഭാര്യ ദിവ്യയുടെ പാട്ടൊക്കെ പ്രതീക്ഷിക്കാവോ മലയാളികൾക്ക്? ഇല്ല, ദിവ്യയുടെ പാട്ട് അങ്ങനെ എല്ലാ സിനിമയിലും എന്നുള്ള പ്ലാൻ ഇല്ല. അപ്പോ ഈ സിനിമയില് നമ്മള് എന്താ പറയാ, ഈ സിനിമയിലെ പാട്ടുകൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള വോയിസസിനനുസരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. കെഫയിലാണ് ഇരിക്കുന്നതെന്നൊക്കെ അറിയാം, പക്ഷേ ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്, ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ പറ്റുമോ? അയ്യോ, ഇവിടെ സായിപ്പന്മാരൊക്കെ എന്നോട് ചൂടാവും ഞാൻ പാടിക്കാൻ. ഇവിടെ അവര് സായിപ്പല്ലല്ലോ, ഇത് അവരുടെ നാടാണല്ലോ. ഓക്കെ ഓക്കെ, ശരി. അപ്പം എല്ലാം മനസ്സിലാക്കുന്നു. അപ്പൊ ഇനി പുതിയ ഈ ഹൃദയപൂർവ്വം ലോകമൊക്കെ കണ്ടായിരുന്നോ വിനീതേട്ടാ? പിന്നെ 2 സിനിമയും ഞാൻ കണ്ടിരുന്നു. 2 സിനിമയും ഞാൻ ഭയങ്കര ആസ്വദിച്ച സിനിമകളാണ്. ലോക എസ്പെഷ്യലി ടെക്നിക്കലി ആണെങ്കിലും അതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആണെങ്കിലും ഒക്കെ ഒരുപാട് പുതുമകൾ ഞാൻ കണ്ട ദിവസം തന്നെ എന്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വലിയ റിവ്യൂ ഒക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അവരുമായിട്ടൊക്കെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്ന
ഒരു സിനിമയായിരുന്നു. അത് സിനിമ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഒരു സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ആലോചിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു ബഡ്ജറ്റിൽ ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ദുൽഖർ ധൈര്യം എന്നൊക്കെ പറയുന്നത് നമുക്കും ധൈര്യം തന്ന ഒരു കാര്യമാണ്. കാരണം ഞങ്ങളും അതുപോലത്തെ ഒരു പൊസിഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സിനിമകൾ മലയാളികൾ സ്വീകരിക്കുന്നു. എസ്പെഷ്യലി 12 o'clock കഴിഞ്ഞിട്ടൊക്കെ ആ സിനിമയ്ക്ക് ഷോസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഭയങ്കര റീഅഷ്വറിംഗ് ആണ്. ഇത്തരം സിനിമകൾക്ക് ഇവിടെ ഓഡിയൻസ് ഉണ്ട്, വലിയൊരു ഓഡിയൻസ് ഉണ്ട് എന്നുള്ളത് ഭയങ്കര റീഅഷ്വറിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ശരി, അപ്പോൾ ഇനി പുതിയ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇനിയിപ്പോൾ പുതിയ അഭിനയിക്കുന്ന സിനിമകളൊക്കെ റിലീസ് ആവാനുണ്ടോ? എന്താണ് പുതിയ പ്രൊജക്ട് വിശേഷങ്ങളൊക്കെ? നെക്സ്റ്റ് റിലീസ് ആവാനുള്ളത് ബബ്ബ എന്ന് പറഞ്ഞ സിനിമയാണ്. അത് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഞാൻ 1-2 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു സിനിമ അതിന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കരുത് എന്നുള്ളത്. അതുകൊണ്ട് അതെനിക്ക് പറയാൻ പറ്റില്ല. മറ്റത് ഞാൻ ബേസിലിന്റെയും ടൊബിയുടെയും കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ വിനീതേട്ടാ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊക്കെയും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുകയാണ്. കരത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഗായകൻ, സംവിധായകൻ, നിർമ്മാതാവ് ഒക്കെയായ വിനീത് ശ്രീനിവാസൻ പങ്കുവച്ചത്.